ആണ്. വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ 4 ജീവനക്കാർക്കെതിരെ നടപടി. 10 വർഷമായി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായ കരാർ ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത്. പദ്ധതിയുടെ ഭാഗമായി സാമഗ്രികൾ വാങ്ങിയതിലും ചിലവഴിച്ചതിലുമാണ് വൻ തട്ടിപ്പ് കണ്ടെത്തിയത്. NREG അക്രഡിറ്റഡ് എഞ്ചിനീയർ ജോജോ ജോണി, അക്കൗണ്ട് കം IT അസിസ്റ്റന്റ് VC നിതിൻ, അക്രഡിറ്റഡ് ഓവർസിയർമാരായ KA റിയാസ്, പ്രിയ ഗോപിനാഥൻ എന്നിവരെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവുമധികം തുക ചെലവഴിച്ച തൊണ്ടർനാട് പഞ്ചായത്തിലെ കണക്കുകളിൽ പൊരുത്തക്കേടുകൾ കണ്ടതോടെ പ്രൊജക്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഒരേ പദ്ധതിയിൽ 2 തരം ചെലവുകൾ രേഖപ്പെടുത്തിയെന്നും നടപ്പാക്കാത്ത പദ്ധതിയുടെ പേരിൽ പണം ചിലവഴിച്ചു എന്ന് കാണിച്ചുമാണ് തട്ടിപ്പെന്നാണ് കണ്ടെത്തൽ. കോടികളുടെ ക്രമക്കേടെന്നാണ് കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. ഈ തൊണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അഴിമതിയായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണത്തിൽ കിട്ടിയത് കോഴിക്കോട് ആട്ടിൻകൂട് എന്നിവ വിതരണം ചെയ്തതിൽ ഈ ആട്ടിൻകൂടിന് മാത്രം ഒരു 1,64,00,000 രൂപയുടെ അഴിമതിയുള്ളതായിട്ടാണ്. അതുപോലെ ഓരോ ഹെഡിലും നല്ല രീതിയിൽ തുകകൾ പലരും കൃത്യമായ കൊട്ടേഷനോ അല്ലെങ്കിൽ അംഗീകാരമോ നേടാതെയാണ് കൈമാറിയിട്ടുള്ളത്. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും നിലവിൽ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കുന്നു. ഇതിൽ ആരോപണ വിധേയരായ ഇത്രയും ആളുകളെ ജോലിയിൽ നിന്ന് തൽക്കാലം വേലവിലക്ക് ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. ഭരണസമിതിയുടെ നിലപാട് എന്ന് പറയുന്നത് അഴിമതി ചെയ്ത ഒരാളെയും സംരക്ഷിക്കില്ല എന്നുള്ളതാണ്. 2023-24 വർഷ കാലയളവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവുമധികം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചതിൽ തൊണ്ടർനാട് പഞ്ചായത്തിനാണ് 1ാം സ്ഥാനം. എന്നാൽ ഈ നേട്ടത്തിനിടയിലാണ് ക്രമക്കേട് ആരോപണം ദുഷ്പേരായി മാറുന്നത്. തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നതോടെ ആശങ്കയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളും. 24 വയനാട്.